സമയമാണല്ലോ. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മനസ്സുകൾക്കും വേണ്ടിയിട്ട്, എല്ലാ കുട്ടികളുടെയും മനസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ആസ് എ ടീച്ചർ. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പഴയ പോലെ പണ്ടത്തെ കാലത്തെ പോലെ പേടിച്ച ഒരു വിദ്യാർത്ഥി സമൂഹമൊന്നും അല്ല ഇന്നത്തേത്. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു 100-ൽ 90% കുട്ടികൾക്കും പരീക്ഷയെ പേടിയില്ല. ഒരു 10% ഉള്ളൂ പരീക്ഷ ഒരു പേടിയോടുകൂടി കാണുന്നത്. ഇങ്ങനെ അമ്മമാരൊക്കെ പറയുന്നിട്ടുണ്ട്, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ അല്ലേ, പഠിക്കാത്തവർക്ക് എന്ത് പരീക്ഷ, ചെല്ലുന്നു എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നു ഇറങ്ങിപ്പോകുന്നു. ആ ഒരു പരീക്ഷ ഫീസ് ഞങ്ങൾ സാർമാർക്ക് എടാ പരീക്ഷ ഫീസെങ്കിലും മുതലാക്കണേ എന്ന് പറയുന്ന കേൾക്കാം കുട്ടികളോട്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് ഇന്നത്തെ കാലത്ത് ഫീസൊന്നും ഇല്ല എങ്കിലും ട്യൂഷൻ സെൻ്ററിലൊക്കെ ഫീസുണ്ടല്ലോ. അപ്പം നമുക്കൊരു പേപ്പർ തന്നാൽ ആ തരുന്ന പേപ്പറിലെങ്കിലും മുഴുവൻ എഴുതി തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തായാലും പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ നമ്മൾ പഠിക്കും എന്ന് കരുതുക. മതി, അത്രയും മാത്രം മതി പഠനം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെവിടെയെങ്കിലും പോയിൻ്റുകളായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ ബുക്കിലുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓർത്തെടുക്കുക. ചിലർക്ക് രാവിലെയാണ്, ചിലർക്ക് വൈകുന്നേരം, ഉച്ച കഴിഞ്ഞിട്ടാണ് പരീക്ഷ. അപ്പം അത് ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നീട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കാൻ പോകണ്ട. വീണ്ടും അത് എടുത്ത് വെച്ച് വായിച്ച് ചില പിള്ളേരുണ്ട് അവിടെ ചെന്നിരുന്നതുകൊണ്ട് ഭയങ്കര പഠിത്തമാണ്. ചിലരാണെങ്കിൽ അതങ്ങനാണോ ഇതങ്ങനാണോ ഇത് വരുമെന്നാണ് ടീച്ചർ പറഞ്ഞത്, അയ്യോ ഞാനിത് പഠിച്ചില്ലല്ലോ, പിന്നെ അതിൻ്റെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പഠിച്ചതോടെ ചിലപ്പോൾ മറന്നു പോകും. മനസ്സിലായി? ഓവറായിട്ട് ടെൻഷനാവില്ല. നമ്മളെന്തായാലും പഠിച്ചത് നമ്മുടെ മനസ്സിൽ കാണും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിന് സപ്പോർട്ട് കൊടുത്ത് വിചാരിക്കുക, നമ്മൾ പഠിച്ചത് എനിക്കേതായാലും ഇത്രയേ പഠിക്കാൻ പറ്റുള്ളൂ, ഞാൻ പഠിച്ച അത്രയും നല്ല പോലെ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് തെറ്റില്ല എന്ന് മനസ്സിൽ കരുതുക. പിന്നെ ചുറ്റുപാട് ഇരുന്ന് കുട്ടികൾ ഓരോന്ന് പറയും, അയ്യോ അപ്പോൾ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് കരുതില്ല. ഞാൻ പഠിച്ചത്രയും ഞാൻ പഠിച്ചു, ഇനി എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പഠിക്കാൻ വയ്യ. അങ്ങനെ മനസ്സിന് ധൈര്യം കൊടുക്കുക, ഒരിക്കലും ടെൻഷനാവരുത്. പിന്നെ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ അതൊക്കെ പോയിട്ട് വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. അത്യാവശ്യം നമുക്ക് പേന കരുതുക. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ പേന എപ്പോഴും കരുതുക. ഏതെങ്കിലും ഒരു മഷി ഉപയോഗിച്ച് തന്നെ എഴുതുക. അപ്പം ബ്ലാക്കാണ് കൂടുതലായിട്ട് ഇങ്ങനെ പറയപ്പെടുന്നത്, ബ്ലാക്കാണ് നല്ലത് എന്നാണ് എൻ്റെ പിന്നെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്കാണ് നല്ലതെന്നാണ്. ബ്ലാക്കും ബ്ലൂ ഒക്കെ ചെയ്യുന്നത് കുഴപ്പമൊന്നും എനിക്കറിയില്ല, എന്താണതിൽ തെളിഞ്ഞു നിൽക്കും, മായില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ഉപയോഗിക്കുക. കഴിവതും ഒരേപോലത്തെ നമുക്ക് എഴുതുമ്പോൾ സ്പീഡിൽ എഴുതാൻ പറ്റുന്ന സ്മൂത്തായിട്ട് നല്ല അക്ഷരങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള പേനകളുണ്ട്. അത് നമ്മൾ നേരത്തെ തൊട്ട് ശീലിച്ചതായിരിക്കാം. പുതിയൊരു പേന നമ്മുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊന്നും നമ്മുടെ കൈക്ക് ഒരു സ്പീഡ് കിട്ടാൻ പാടായിരിക്കും. നമ്മളൊരു പുതിയ പേന എടുത്തിട്ട് അതൊന്ന് എഴുതുമ്പോൾ ആദ്യം ഇച്ചിരി ഒരു പരപരപ്പ് പോലെ തോന്നും. അപ്പം നമ്മൾ ഇത്തിരി ഒന്ന് എഴുതി ഇട്ട് മാറ്റി വയ്ക്കുക. അത്രയും ഇച്ചിരി മഷിയൊന്നും തീരത്തില്ലേ, അങ്ങനെ കുറച്ച് മഷിയൊന്ന് ഉപയോഗിച്ചതിന് ശേഷം വെക്കുന്ന പേനകളാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനൊരു കാര്യമുണ്ട്. പുത്തൻ പേനയെന്ന് പറയുമ്പോൾ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്, എഴുതുമ്പോൾ അക്ഷരങ്ങൾ എഴുതി നമ്മൾ നീങ്ങിപ്പോവാൻ പ്രയാസമായിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. 2 പേന കരുതുക. മാത്സിന് മറ്റും വരയ്ക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ അതെല്ലാം കരുതുക. പ്രധാനമായിട്ടും ഒന്ന് ഹോൾ ടിക്കറ്റ് എടുത്തോ ഇല്ലയോ സ്കൂളിൽ വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഒന്ന് നോക്കണം. എന്തായാലും അരമണിക്കൂർ മുമ്പെങ്കിലും സ്കൂളിൽ ചെല്ലണമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർക്കുക, തിരിച്ച്
നമ്മൾ സ്കൂളിൽ വന്നു കഴിയുമ്പോഴും ഒന്ന് നോക്കണം, നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞ് ഇത് എവിടെയാണ് എൻ്റെ ക്ലാസ് റൂം, എവിടെയാണോ പരീക്ഷ, ഇങ്ങനൊരു ടെൻഷനൊന്നും ആവില്ല. അവിടെ ബോർഡിൽ എഴുതി കാണും. അതിനനുസരിച്ച് നമ്മൾ ഹോൾ ടിക്കറ്റ് നേരത്തെ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ അടുത്തുള്ള കുട്ടികൾ നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നമ്പറിനടുത്ത് വരുന്ന കുട്ടികളെ ഏതൊക്കെയാണ്. ഒരു പക്ഷേ അവരെ ആരെങ്കിലും നമ്മളവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്താണ്, അപ്പോൾ ഈ റൂമിലാണ്. ഇപ്പോൾ ഒരു കാര്യത്തിലും ടെൻഷൻ അധികം ആവരുത്, അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരിക്കും. ചിലരെ കുറിച്ചേ പറയുന്നുള്ളൂ കേട്ടോ, ചിലർക്കൊന്നും ഒരു ടെൻഷൻ ഇല്ലാത്തവരുണ്ട്. ക്ലാസ് ഏതാണ്, ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ടെൻഷൻ, അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ സാധാ പോകുന്നത് പോലെ സ്കൂളിൽ പോവുക. മനസ്സിന് കൊടുക്കുന്ന ആ ഒരു ധൈര്യമാണ് നമ്മുടെ പരീക്ഷയിൽ കൂടുതലും പ്രതിഫലിക്കുന്നത്. പിന്നെ നന്നായി പഠിച്ച് എല്ലാം മനസ്സിൽ ഇരുത്തി വെച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. ചുറ്റുപാടുള്ള കുട്ടികൾ എത്ര കിടന്ന് വേണമെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് നമ്മൾ എഴുതാനുള്ളത് എഴുതുക. എല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമേ പേപ്പർ തരുമല്ലോ, നമ്മുടെ ആൻസർ എഴുതാനുള്ള ഷീറ്റ് തരും. അതിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതൊന്നും തെറ്റ് വരുത്താതെ എഴുതാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് തെറ്റിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരക്ഷരമെങ്കിലും തെറ്റിപ്പോകും. അതുകൊണ്ട് കൂളായിട്ട് അത് എഴുതിയാൽ മതി. അത് നമ്മൾ പേടിച്ച് എഴുതി കഴിഞ്ഞാലാണ് തെറ്റുന്നത്. കൂളായിട്ട് എഴുതും. പിന്നീട് അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. സമയമുണ്ട് അതിനൊക്കെയുള്ള സമയം. പിന്നെ റിലാക്സ് ചെയ്തിരിക്കുക, എല്ലാവരും ഒന്ന് നോക്കി ചിരിക്കുക. കൂട്ടുകാരൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് തെറ്റാണെങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പേടി തോന്നിയാൽ നമ്മുടെ കൂട്ടുകാരടുത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും ഒന്ന് നോക്കുക. പിന്നെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും പറയാം, ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, അല്ലെങ്കിൽ പറഞ്ഞു തരണേടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. ചിലയിടത്ത് ചിലപ്പോൾ അതിന് സാധിക്കുകയുള്ളൂ, ചിലപ്പോഴൊന്നും കഴിയില്ല. അങ്ങനെ ചിലപ്പോൾ മാത്രം സംഭവിക്കാവുന്നതാണ് അങ്ങനെ ഒരു സഹായം കൂട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ കയറില്ല. പിന്നെ കുട്ടികളെല്ലാം നമുക്കറിയാവുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ അടുത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യം നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ടീച്ചേഴ്സായിരിക്കും ക്ലാസ്സിലുണ്ടാകുക പരീക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതെല്ലാം ഫില്ല് ചെയ്ത് സമാധാനമായിട്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ആ ഓർഡർ കറക്റ്റായിട്ട് 1, 2 എന്നുള്ള ഓർഡറൊക്കെ കറക്റ്റാണോ നോക്കുക. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടോ, നമുക്ക് ചിലതൊക്കെ മറിഞ്ഞൊക്കെ വരും. ചില ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഇല്ലാത്തതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം അറിയാവുന്നത് സമാധാനമായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെ സമാധാനത്തോടെ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം ചോദ്യത്തിനകത്ത് ഒരുപാട് വെല്ലുവിളികളുണ്ടെന്ന് പറയാം. അതായത് നമ്മളുടെ മനസ്സിലിരിക്കുന്ന ആൻസർ തന്നെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആ ചോദിച്ചേക്കുന്ന രീതിക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. അത് പറയുന്നത്, ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവരുടെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ പിള്ളേർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് നേരെ മൂക്കിൽ തൊടുന്നതിന് പകരം വളഞ്ഞ് മൂക്കിൽ തൊടുന്ന പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ആദ്യമേ അറിയാവുന്നത് ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എഴുതി പോവുക. പിന്നെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും ചെറിയ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിനെ വിളിച്ചിട്ട് ഒരു ടീച്ചർ ഇങ്ങോട്ട് വന്നാൽ എന്നൊക്കെ ഇതൊരു ചെറിയൊരു മയത്തോടു കൂടിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ടീച്ചേഴ്സും ഒരു ക്ലൂ ഒക്കെ തന്ന് നമുക്ക് മനസ്സിലാക്കി തരും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ആൻസർ പറഞ്ഞു തരുമെന്നല്ല, നമുക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു തരുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊരു മോശം കാര്യമൊന്നുമല്ല, അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ നമ്മൾ കരുതുക. പിന്നീട് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. വെറുതെ വെട്ടി തിരുത്തി ചിലരുണ്ട്, ഒരു പേന കൊണ്ടൊന്നും ഒരു വര വരച്ചാൽ മതി, ഇത് വെട്ടിയേക്കുവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ചിലരുണ്ട് 3-4-5 വര തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട്, ചിലരാണെങ്കിൽ പേന കൊണ്ടങ്ങ് മൈക്രോസ്കോപ്പ് വെച്ച് പോലും നോക്കിയാൽ ഞാൻ എന്താണെന്ന് എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകരുത് എന്ന രീതിയിൽ വെറുതെ വെട്ടി വല്ലാണ്ടാക്കി വെക്കും ചിലർ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒറ്റ വെട്ടുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് തിരുത്തി എഴുതുക. അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ
ശ്രദ്ധിക്കുക. പോയിൻറ്റ്സുകളൊക്കെ ഓർത്തെഴുതുക. പോയിൻറ്റുകൾക്കാണ് എപ്പോഴും മാർക്ക് കിട്ടുക. അപ്പോൾ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്തും ഈ പോയിൻറ്റ്സാണ് അവർക്ക് കിട്ടുന്നത്. ഈ പോയിൻറ്റുകളൊക്കെ ഉണ്ടോ, ഇതുമായി ബന്ധപ്പെട്ടാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ പോയിൻറ്റുകൾ നന്നായിട്ട് എഴുതുക. അക്ഷരത്തെറ്റൊന്നും വരുത്താതെ വൃത്തിയായിട്ട് എഴുതുക. അതിനുശേഷം നമ്മൾക്ക് അറിയാവുന്നതൊക്കെ എഴുതി സമയമാകുമ്പോൾ ടീച്ചർ എന്തായാലും പറയും ഇത്ര സമയം കൂടി ഉള്ളു, അല്ലെങ്കിൽ ബെല്ലടിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് മാക്സിമം എഴുതി തീർത്തു, അല്ലെങ്കിൽ എഴുതി തീർത്ത് കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. പിന്നെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ചിലർ സ്ഥലം വിട്ടേക്കും ഒന്ന് പിന്നീട് എഴുതാമെന്ന്. അവിടെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അവിടെ ചെറുതായിട്ട് വെട്ടിട്ട് വെച്ചിരിക്കുക, അവിടെ ഒന്നും എഴുതുന്നില്ല എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടെല്ലാം നോക്കി പിൻ ചെയ്യേണ്ടതാണെങ്കിൽ ടോയിനാണല്ലോ വരുന്നത്, കെട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നമ്മുടെ പേപ്പറെല്ലാം കറക്റ്റായിട്ടാണോ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കുക. അപ്പം അടുക്കി വെക്കുന്നതിൽ കൺഫ്യൂഷൻ ഉള്ളൊരു പേപ്പറിൽ ചിലതിൽ കോളം കാണും, 1, 2 എഴുതിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സൈഡിലായിട്ട് 1, 2 നമ്പറിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. കറക്റ്റായിട്ട് പേപ്പർ അടുക്കി കെട്ടി കറക്റ്റാണ് നമ്പർ എന്നൊക്കെ നോക്കി ടീച്ചറിനെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങും അല്ലേ. ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു അല്ലേ, പരീക്ഷ കഴിഞ്ഞെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരും. ഇന്ന വിഷയത്തിന് പരീക്ഷ കഴിഞ്ഞു, ഇനി ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തോ പറഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരീക്ഷയെ നേരിടണം. അപ്പം കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് അയ്യോ അത് അങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ടെൻഷനാക്കി മനസ്സിനെ ആകെ മോശമാക്കി കളയാതെ കഴിഞ്ഞത് കഴിഞ്ഞു. ആരെങ്കിലും ചോദിക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ എഴുതിയത്, ഇത്രയൊക്കെ വരത്തുള്ളൂ, നമുക്ക് അടുത്ത വിഷയത്തെക്കുറിച്ച് പഠിക്കാം എന്ന് കരുതി വീട്ടിലേക്ക് വരിക. കഴിഞ്ഞത് കഴിഞ്ഞു. വീട്ടുകാരും ചോദിക്കാൻ നിൽക്കല്, അങ്ങനെ ഉണ്ടാകാതെ അങ്ങനെ അവരെങ്ങ് ടോർച്ചർ ചെയ്യുന്ന രീതി നിൽക്കില്ല. അവർക്കൊരു ധൈര്യം കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞു. ചില കുട്ടികളുണ്ട് ഒറ്റ പരീക്ഷ കൊണ്ട് നന്നാവും. ആദ്യത്തെ പരീക്ഷയിൽ അവരുടെ അനുഭവം എന്തായിരിക്കുമോ ആ ഒരു അനുഭവം അവരുടെ ഉള്ളിൽ കയറുകയും ചെയ്യും. പിറ്റേ പരീക്ഷയ്ക്ക് അവർ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യും, നന്നായിട്ട് എഴുതുകയും ചെയ്യും. അപ്പം കഴിഞ്ഞത് കഴിഞ്ഞ് എന്ന മനസ്സിൽ കരുതി വരാനുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. നന്നായി വെള്ളം കുടിക്കണം, സമയത്ത് ആഹാരം കഴിക്കണം. ഓക്കെ, ഇത്രയാണ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ മനസ്സിന് വേണ്ടിയിട്ട് പറയാം. ഒരു കാരണവശാലും ടെൻഷൻ ആവണ്ട. നീ പഠിച്ചത്രയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ അത് മതി. ഒരു ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, അത് നന്നായിട്ട് പഠിക്കുക. കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചത്രയും മതി. ഇനി എന്തായാലും നിങ്ങൾക്ക് സമയം കുറച്ചേ ഉള്ളൂ, ആ സമയത്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന പഠിക്കുക. നന്നായിട്ട് മനസ്സിന് ധൈര്യം കൊടുത്ത് പോയി പരീക്ഷ എഴുതുക.